ഈ രണ്ട് പെൻസിൽസും ഒരേ ബ്രാൻഡിൻ്റെയാണ്. അതായത് ക്രെറ്റ കളറിൻ്റെ ഒരു ഗ്രാഫൈറ്റ് പെൻസിലും ചാർക്കോൾ പെൻസിലുമാണ്. ടെക്നിക്കലി കാണാൻ ഒരുപോലെയാണെങ്കിലും അതിൻ്റെ ആപ്ലിക്കേഷൻ യൂസേജ് എല്ലാം ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഗ്രാഫൈറ്റ് പെൻസിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ 4ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് നമ്മുടെ കയ്യിലെടുത്ത എഴുത്തുപകരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പെൻസിലായിരിക്കും. അതുകൊണ്ട് ഇതെങ്ങനെ യൂസ് ചെയ്യണം, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ് ഗ്രിപ്പ് പിടിക്കുന്നത്, താഴെ ഇട്ടാൽ കേടാവുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്ത് പറയേണ്ട ആവശ്യം പോലുമില്ല. എന്നിരുന്നാലും പ്രൊഫഷണൽ പെൻസിൽസിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഈ ഒരു കോർണറിൽ അപ്പിയർ ചെയ്യും. അപ്പോൾ ഈ ഒരു പെൻസിൽ എന്ന് പറയുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതിന് സ്മഡ്ജബിലിറ്റിയും ബ്ലെൻഡബിലിറ്റിയും അത് നല്ല ഹൈ ആണ്. നമുക്ക് പരത്തി തേച്ച് ആ ഒരു ചിത്രത്തിന് ഷെയ്ഡൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. അതേപോലെ തന്നെ ഇതൊന്നും പെട്ടെന്നൊന്നും നിലത്ത് വീണാൽ കേടായി പോവില്ല. അഫോർഡബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി, നമുക്ക് വലിയ വിലയൊന്നുമില്ല ഈ ഒരു പെൻസിൽ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ അത് എവിടെ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഏതൊരു ചെറിയ സ്റ്റേഷനറി കടയിൽ പോലും ഒരു പെൻസിൽ എന്ന് പറയുന്നൊരു സാധനം അവൈലബിൾ ആയിരിക്കും. ഇനി അതേസമയം ഇതിന് പ്രൊഫഷണലായിട്ട് നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇതിന് ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് പെൻസിൽസ് ഉണ്ട്. അതായത് 2H മുതൽ 8B വരെ വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാനുഫാക്ചർ ചെയ്ത് വരുന്ന ഡിഫറെൻറ്റ് സെറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ട് ഈ ഒരു ഗ്രാഫൈറ്റ് പെൻസിലിനേക്കാളേറെ ഹൈപ്പർ റിയലിസം ഒക്കെ ട്രൈ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ കുറേ കൂടെ പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോൾ ആർട്ടിസ്റ്റുകൾ ചാർക്കോളിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ ചാർക്കോൾ ട്രൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്ന്. കാരണം ഇപ്പോൾ ചാർക്കോളിന് സ്മഡ്ജബിലിറ്റിയും ബ്ലെൻഡബിലിറ്റി ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കും, ചില സമയത്ത് ചിലപ്പോൾ ഒരുപാട് കൂടുതലായിരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാളേറെ. ചില സമയത്ത് ഇത് നിലത്ത് വീണ് അപ്പം തന്നെ പൊട്ടിപ്പോവും. ഇങ്ങനെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ പെൻസിലിനേക്കാൾ ഒരുപാട് പുറകിൽ നിൽക്കേണ്ട ഈ ഒരു വസ്തുവിനെ എന്തുകൊണ്ടാണ് പ്രൊഫഷണൽസ് ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യുന്നത്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഹായ്, ഞാൻ അമൽജിത്ത് ജോർജ്. ഞാനും നിങ്ങൾ ഒട്ടുമിക്കവരെയും പോലെ ഒരു ആർട്ടിസ്റ്റാണ്. ആൻഡ് ഐ എം ഫ്രം വയനാട്, കേരള, ഇന്ത്യ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആർട്ട് മെറ്റീരിയൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലെ 5ാമത്തെ വീഡിയോയുമായിട്ടാണ്. നമ്മളിന്ന് ചാർക്കോളിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ചാർക്കോൾ നമ്മുടെ ഗ്രാഫൈറ്റ് പെൻസിലിനേക്കാൾ ഏറെ ഒരു മുന്തിയ ഇനം എന്ന രീതിയിൽ ആളുകൾ കൺസിഡർ ചെയ്യുന്നത്? ഒബ്വിയസ്ലി അത് നൽകുന്ന ഫിനിഷ്ഡ് ഔട്ട്പുട്ട് ക്വാളിറ്റി. കാരണം നമ്മൾ സാധാരണ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് എത്ര കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ആ ഒരു ഫിനിഷ്ഡ് ഔട്ട്പുട്ട് നന്നാവുകയാണെങ്കിൽ നമ്മൾ എന്ത് സഹിക്കും. കാരണം അത്രത്തോളം ക്ഷമയുള്ള, അല്ലെങ്കിൽ 80-90 മണിക്കൂറൊക്കെ എടുത്ത് നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രമായിരിക്കാം. അതിൻ്റെ ഫിനിഷ്ഡ് ഔട്ട്പുട്ട് നന്നാവുകയാണെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ആ ഒരു കഷ്ടപ്പാടെല്ലാം വേർത്ത് ഇറ്റ് എന്നാണ് നമ്മൾ വിശ്വസിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആൻഡ് ബ്രില്യൻറ്റ് ഇൻവെൻഷനാണ് ചാർക്കോൾ പെൻസിൽസ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ചാർക്കോൾ ബ്രാൻഡ്സ്, മെറ്റീരിയൽസ് എല്ലാം നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ചാർക്കോൾ ഗ്രാഫൈറ്റ് പെൻസിൽസിൻ്റെ ഡ്രോയിങ്സിൽ നിന്ന് ഡിഫർ ചെയ്യാം? ഗ്രാഫൈറ്റ് പെൻസിൽസിൻ്റെ റിസൾട്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നതിന് ഒരുപാട് ലിമിറ്റ് ഉണ്ട്. കാരണം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സ് ആണല്ലോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അതിൽ എന്തോരം കോമ്പോണൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ബ്ലാക്ക്സ് ഉണ്ടാവും, അതേപോലെ തന്നെ വൈറ്റ്സ് ഉണ്ടാവും, പിന്നെ ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് ഉണ്ടാവും, പിന്നെ ആ ഒരു റെഫറൻസ് ചിത്രത്തിൽ മിഡ് ടോൺസ് ഉണ്ടാവും. ഇതിനകത്ത് നിന്ന് ബ്ലാക്ക്സ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, മിഡ് ടോൺസ്, വൈറ്റ്സ് ഇതെല്ലാം പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ടോണൽ റേഞ്ച് ഉണ്ടാവും. ഈ ടോണൽ റേഞ്ചിനകത്ത് ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറാണെങ്കിൽ, അതായത് നമുക്ക് എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു രീതിയിലാണെങ്കിൽ, ഓവർ എക്സ്പോസ്ഡോ അണ്ടർ എക്സ്പോസ്ഡോ ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും, നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും. അതായത് നമ്മുടെ പ്രീവിയസ് വീഡിയോയുടെ പോയിൻറ്റ്. പക്ഷേ അതേസമയം ചിലപ്പോൾ നമ്മൾ പെൻസിലൊക്കെ വെച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും അബ്സല്യൂട്ട് ബ്ലാക്കോ അബ്സല്യൂട്ട് വൈറ്റോ വരയ്ക്കാൻ പറ്റില്ല. കാരണം പെൻസിലിന് ആ ഒരു ഗ്രേഡിനകത്ത് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. ചിലപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ വരച്ച ശേഷം എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോയൊക്കെ കാണുമ്പോൾ അതിനകത്ത് ബ്ലാക്കും വൈറ്റൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ യഥാർത്ഥ ഫോട്ടോ എടുത്ത് കയ്യിൽ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ആ ഒരു ബ്ലാക്കും വൈറ്റും ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് ടോട്ടലി കോൺട്രാസ്റ്റൊക്കെ കുറഞ്ഞ ആ ഒരു ഫ്രീ ഫീലിംഗ് ആയിരിക്കും. ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങ് നേരിട്ട് കാണുമ്പോൾ അട്രാക്റ്റിംഗ് ആവണമെന്ന് പോലുമില്ല. പക്ഷേ ചാർക്കോൾ ഡിഫർ ചെയ്യുന്നത് അവിടെയാണ്. കാരണം ചാർക്കോളിന് പ്യുവർ ബ്ലാക്ക് എന്ന് പറയുന്നൊരു സാധനത്തിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തുവരും, കുറച്ച് പേപ്പർ വൈറ്റോ അല്ലെങ്കിൽ യൂണിപ്പോസ്ക പോലത്തെ മാർക്കേഴ്സോ വൈറ്റ് ചാർക്കോളോ ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വ്യക്തമായിട്ട് അബ്സല്യൂട്ട് ബ്ലാക്ക് തൊട്ട് അബ്സല്യൂട്ട് വൈറ്റ് വരെയുള്ള ആ ഒരു മൊത്തം റേഞ്ച് ചിത്രത്തിൽ വരച്ചെടുക്കാൻ പറ്റും. പെൻസിലിന് സാധിക്കാതെ പോകുന്ന കാര്യം ചാർക്കോളിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താ? കൂടുതൽ കോൺട്രാസ്റ്റുള്ള, കണ്ടാൽ ഒരുപക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ പോപ്പ് ഔട്ട് ചെയ്യുന്ന നല്ല ലൈറ്റ്സിൻ്റെ ഡിഫറൻസ് ഉള്ള ഒരു ടോണൽ റേഞ്ച് പ്രോപ്പറായിട്ടുള്ള ചിത്രങ്ങൾ, ഒരുപക്ഷെ നല്ല ഫോട്ടോഗ്രാഫേഴ്സൊക്കെ എടുത്ത നല്ല ക്വാളിറ്റിയുള്ള നന്നായിട്ട് എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ അതിൻ്റെ അതേ മാഗ്നിഫിഷ്യൻ ക്വാളിറ്റിയിൽ വരച്ചെടുക്കാൻ ചാർക്കോൾ കൊണ്ട് സാധിക്കും.
അപ്പോൾ അതുകൊണ്ടാണ് ചാർക്കോളിന് ഒരുപക്ഷെ ഇത്രയധികം ഡിമാൻഡും അതേപോലെ തന്നെ നല്ല ഹൈപ്പർ റിയലിസ്റ്റിക് ക്വാളിറ്റിയിൽ ചിത്രം വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകൾ ചാർക്കോൾ പ്രിഫറും ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു മെറ്റീരിയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ചാനലിനെ പറ്റി സംസാരിക്കട്ടെ. ഈ ഒരു ചാനൽ ഞാൻ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇഫ് യു ആർ ഇൻ ടു ദിസ് സ്റ്റഫ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. പറ്റുമെങ്കിൽ ആ ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് സമയത്ത് വരും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ മെറ്റീരിയൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അതിനകത്ത് ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വരയ്ക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസിനെ എല്ലാം ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഏത് മെറ്റീരിയൽ വാങ്ങുന്നതിന് മുമ്പും 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പൊതുവേ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത്. ഈ മെറ്റീരിയൽ വർക്ക്ഷോപ്പിൻ്റെ ക്വാളിറ്റി, അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി, പിന്നെ എങ്ങനെയാണിത് യൂസ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു യൂസേജ്, 4-മത്തതിൻ്റെ ബ്രാൻഡ് ക്വാളിറ്റി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ചാർക്കോൾ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഗ്രാഫൈറ്റ് പോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല, കുറച്ചുകൂടെ ബ്രിറ്റിലായിട്ടുള്ളൊരു മെറ്റീരിയലാണെന്ന്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു വുഡ് സപ്പോർട്ട് 2 സൈഡിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ പൊട്ടാതെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ ഷാർപ്പൻ ചെയ്യുമ്പോൾ എപ്പോഴും ഷോർട്ടായിട്ട് തന്നെ ഷാർപ്പൻ ചെയ്യുക. ഞാൻ നേരത്തെ മുമ്പ് പെൻസിൽസിൻ്റെ വീഡിയോയിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് പെൻസിൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് ഷാർപ്പനറിലിട്ട് ഷാർപ്പൻ ചെയ്യുന്ന ആ ഒരു രീതിയെ പറ്റി. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടിയും നമുക്ക് സെൻസിറ്റീവായിട്ടും കേടാവാതെ മാക്സിമം ഈ ഒരു പെൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചാർക്കോൾ സെറ്റ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് അപ്സരയുടെയും ക്യാംലിൻ്റെയൊക്കെ ഈ 50 രൂപയുടെ സെറ്റായിരിക്കും. ഇതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല ചാർക്കോൾ സെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല കടയിൽ നിന്നും എടുത്തു തരുന്ന, അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പോ ആർട്ട് സ്റ്റോറുകളിൽ നിന്നൊക്കെ പൊതുവേ കിട്ടുന്നത് ഈ ടൈപ്പ് സാധനമാണ്. മാത്രമല്ല ബിഗിനർ ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഇതാണ്. പക്ഷേ ആക്ച്വലി ഒരു ഹൈ ക്വാളിറ്റി ഹൈപ്പർ റിയലിസം ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഇത് പോരാ. കാരണം ടെക്നിക്കലി ഇതാകെ 3 പെൻസിൽസേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഗ്രാഫൈറ്റ് പെൻസിൽസിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ ആ ഒരു വീഡിയോയുടെ ഒരു ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പെൻസിൽസിൻ്റെ ഡിഫറൻറ്റ് ഗ്രേഡ്സിനെ പരിചയപ്പെടുകയാണ് ചെയ്തിരുന്നത്. ചാർക്കോൾ പെൻസിൽസിന് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ഗ്രേഡ്സ് ഉണ്ട്, പിന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട്, അതേപോലെ തന്നെ പല വേരിയൻറ്റുമായിട്ടാണ് അത് പലപ്പോഴും വരാറുള്ളത്. ഇത് പരിചയപ്പെടുന്നതിന് മുമ്പ് ഡിഫറൻറ്റ് ഗ്രേഡ്സിനെ പറ്റി ഞാൻ ആദ്യം ഒന്ന് പറയാം. ചാർക്കോൾ പെൻസിൽസിന് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അത് സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്ന് പറഞ്ഞാൽ 3 ഉള്ളൂ എന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചാർക്കോൾ പെൻസിൽസിൻ്റെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ പെൻസിൽസിൻ്റെ പോലെ അത്ര കൺസിസ്റ്റൻ്റ് അല്ല. ഓരോ ബ്രാൻഡ് അനുസരിച്ച് ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ മാറും. ഉദാഹരണത്തിന് ഈ ഒരു പെൻസിൽ സെറ്റിനകത്ത് സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്ന് പറഞ്ഞാൽ 3 പെൻസിൽസേ ഉണ്ടാവുള്ളൂ. പൊതുവെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും 1-2 പെൻസിൽ മാത്രം വെച്ചാണ് കുറച്ച് പേര് ചിത്രം വരയ്ക്കാറുള്ളത്. അതായത് ഒന്നുകിൽ സോഫ്റ്റ് പെൻസിൽ മാത്രം വെച്ച് എൻ്റയർ ചിത്രം ഒരു സ്റ്റെൻസിൽ ആർട്ട് പോലെ വരയ്ക്കും. അതിൽ മീഡിയവും ഹാർഡും കൂടെ മിക്സ് ചെയ്ത് ഒരല്പം പെൻസിൽ ഡ്രോയിങ് പോലെ വരച്ചു വെക്കും. പക്ഷേ യഥാർത്ഥത്തിലൊരു നല്ല ക്വാളിറ്റി പെൻസിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇതല്ല. കാരണം ഇത് ആക്ച്വലി ഭയങ്കര അഫോർഡബിൾ വേർഷനായിട്ടാണ് ക്യാമലും അപ്സരയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പല ബ്രാൻഡുകൾ ഇങ്ങനത്തെ ഇറക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിന് നമ്മളിപ്പോൾ സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ക്രറ്റ കളർ പോലത്തെ ഒരു ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 1, 2, 3, 4, 5 എന്ന രീതിയിലും, അതേപോലെ തന്നെ എക്സ്ട്രാ സോഫ്റ്റ്, മീഡിയം ഹാർഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു രീതിയിലും ഒക്കെ ആയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതും വിട്ട് നമ്മളിപ്പോൾ ജനറൽസ് പോലത്തെ ചാർക്കോളിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ അതിനകത്ത് 6B, 7B, 8B എന്നൊക്കെ പറഞ്ഞ പോലെ B ലെവൽ ഗ്രേഡിംഗ് ഉണ്ട്. അതും കടന്നു കഴിഞ്ഞാൽ അതിന് മുകളിൽ വേറെയും കുറേ കൂടെയും ഡാർക്ക്നെസ് കൂടിയ അല്ലെങ്കിൽ കുറേ കൂടെ വില കൂടിയ ബ്രാൻഡ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പൊതുവേ നല്ല ക്വാളിറ്റിയുള്ള ഒരു ചാർക്കോൾ സെറ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നത് ക്രറ്റ കളറിൻ്റെ ഈ ഒരു 20 മെറ്റീരിയലിൻ്റെ ആ ഒരു സെറ്റാണ്. അതിനൊരു 1400 രൂപ വില വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ വില വ്യത്യാസം ഒന്ന് നോക്കാം. മറ്റിടത്ത് 50 രൂപയും 1400 രൂപയുണ്ട്. ക്വാളിറ്റിയിൽ അതനുസരിച്ചൊരു വ്യത്യാസം വരുന്നുണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നല്ലൊരു ക്വാളിറ്റി സെറ്റിന് ഏകദേശം ഈ ഒരു വില വരുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രറ്റ കളർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓസ്ട്രിയൻ ബ്രാൻഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള പെൻസിൽസ് എല്ലാം ക്രറ്റ കളറിൻ്റെയാണ്. ഞാൻ തുടക്കം കാണിച്ചു തന്ന ആ ഒരു പെൻസിലും ക്രറ്റ കളറിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനൊരു ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ബ്രോഷറുണ്ട്. അതായത് ക്രറ്റ കളറിൻ്റെ എൻ്റയർ സെറ്റ് ഓഫ് മെറ്റീരിയൽസ് എല്ലാം പറയുന്നൊരു ബ്രോഷറുണ്ട്. ഇത് തന്നെ കാണാം, എല്ലാം നല്ല ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഞാൻ ഇതിനകത്ത് 1-2 യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് റിയലി പ്രൊഫഷണൽ. അതേസമയം റൈസ്കോൾ എന്ന് ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ചാർക്കോൾ പെൻസിൽസ് ഉണ്ട്. പിന്നെ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള നിറോ പെൻസിൽസ് ഉണ്ട്. പിന്നെ തിക്ക് ആയിട്ടുള്ള ഒരു ചാർക്കോൾ സ്കെച്ചിങ് ബ്ലോക്ക് ഉണ്ട്. പിന്നെ കംപ്രസ്ഡ് ആയിട്ടുള്ള ചാർക്കോളിൻ്റെ കുറച്ച് സ്റ്റിക്സ് ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള വൈൻ ചാർക്കോളിൻ്റെ കുറച്ച് നാച്ചുറൽ സ്റ്റിക്സ് ഉണ്ട്. പിന്നെ ക്രറ്റ കളറിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേപ്പർ സ്റ്റംപ് ഉണ്ട്. നെഡഡ് ഇറേസർ ഉണ്ട്. പിന്നെ മോണോലിത്ത് വുഡ്ലെസ് ഗ്രാഫൈറ്റ് പെൻസിൽസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ മനസ്സറിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ചെറിയ എൻവലപ്പിനകത്തായിട്ട് സാൻഡ് പേപ്പർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാൻഡ് പേപ്പറിനെ പറ്റി തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ. സാൻഡ് പേപ്പർ എന്ന് പറയുന്ന സാധനം നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് എത്രത്തോളം ഉപകാരമാണെന്ന്.
ലൈക്ക് ലിങ്ക് വിൽ ബി റൈറ്റ് ഇൻ ദിസ് കോർണർ. അപ്പോൾ ഏതായാലും നമുക്ക് മെറ്റീരിയൽസ് പറഞ്ഞു കൊടുക്കാം. ഇതാണ് റൈസ്കോൾ പെൻസിൽ. അതിനകത്ത് തന്നെ 1, 2, 3 എന്നും പറഞ്ഞിട്ടും അതേപോലെ തന്നെ സോഫ്റ്റ്, മീഡിയം, ഹാർഡായിട്ടുമാണ് ഇവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. റൈസ്കോൾ ഇസ് ആക്ച്വലി പ്യൂർലി ഒരു ചാർക്കോളിഷ് ഫീലുള്ള, അതായത് നമ്മളിപ്പോൾ മേടിച്ച 50 രൂപയുടെ ആ ഒരു പെൻസിൽ സെറ്റിനകത്ത് സോഫ്റ്റ് എന്ന് പറയുന്ന പെൻസിലിൻ്റെ അതേ ഗ്രേഡുള്ള ഒരു ടൈപ്പ് ഓഫ് പെൻസിൽ ആണ്. പക്ഷേ ഇത് 3 ഗ്രേഡിലാണ് കറക്റ്റാ കളർ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ നമുക്കുള്ളൊരു ഗുണം എന്താ, നമുക്ക് ഹൈലി ഡാർക്ക് ആയിട്ടുള്ള തീരെ ലൈറ്റ് ഒന്നും റിഫ്ലക്റ്റ് ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് വരച്ചെടുക്കാൻ ഈ റൈസ്കോൾ പെൻസിൽസ് ഉപയോഗിക്കാം. ഈ ഒരു പെൻസിൽ എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി സ്മഡ്ജബിൾ ആണ്. ഹൈലി സ്മഡ്ജബിൾ എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് വരച്ച ഭാഗം നമുക്ക് ആ ഒരു പെൻസിൽ പോയ പാട് പോലും കാണാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല ആ സ്മഡ്ജ് ചെയ്തതിന് തീരെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാനോ മറ്റതൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ പറ്റും. നമുക്ക് ഏത് ആംഗിളിൽ നിന്നും എടുക്കാം. നമുക്ക് ലൈറ്റ് സോഴ്സ് ഒന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതാണ് ഗ്രാഫൈറ്റിൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ്. ഗ്രാഫൈറ്റ് ചിത്രങ്ങൾക്ക് ഭയങ്കര ഷൈനായിരിക്കും. നമുക്ക് നല്ല ഫോട്ടോ ഒന്നും എടുത്താൽ ആ ഒരു ഷൈൻ ഒഴിവാക്കി ഫോട്ടോ എടുക്കുക എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് കറക്റ്റാ കളറിൻ്റെ തന്നെ ന്യൂറോ എന്ന് പറയുന്ന ബ്രാൻഡ് ഓഫ് പെൻസിൽസ് ആണ്. ഈ ന്യൂറോ പെൻസിൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ചാർക്കോൾ പെൻസിൽസ് ആണ്. ചാർക്കോൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കില്ലേ ഒരു എക്സ്ട്രാ ഡാർക്ക് ആയിട്ടുള്ള തീരെ ഷൈൻ വരാത്തൊരു അപ്പിയറൻസ് ആണ് വേണ്ടതെന്ന്. പക്ഷേ ന്യൂറോ പെൻസിൽസ് അങ്ങനെയല്ല. ന്യൂറോ പെൻസിൽസിന് നല്ല ഷൈൻ ഉണ്ട്. ഇത് ഒട്ടും സ്മഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല നമുക്ക് അത്യാവശ്യം ഷാർപ്പൺ ചെയ്ത് വെക്കാമെങ്കിലും ഒരു ഗ്രാഫൈറ്റ് പെൻസിൽസിന്റെ അത്ര ഒരു ബലമൊന്നും ഇതിന്റെ ആ ഒരു ലെഡിനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഷാർപ്പൺ ചെയ്യുമ്പോൾ ഒരു മീഡിയം സൈസിലൊക്കെ തന്നെ ഷാർപ്പൺ ചെയ്താൽ മതി. എപ്പോഴും കെയർഫുൾ ആയിട്ട് ഷാർപ്പൺ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഈ ന്യൂറോ പെൻസിൽസ് എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് 2, 3, 5 എന്ന് പറഞ്ഞ 3 ഗ്രേഡിലാണ് നമുക്ക് ഈ ഒരു സെറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ 4ഉം 1 ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ആമസോണിലൊക്കെ നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു പെൻസിലിനെ അവർ സോഫ്റ്റ്, മീഡിയം, എക്സ്ട്രാ ഹാർഡ് എന്നൊക്കെ പറഞ്ഞ് ആണ് ലേബൽ ചെയ്തിരിക്കുന്നത്. എൻ്റെ 4 എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹാർഡായിരിക്കും. അതേപോലെ തന്നെ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൾട്രാ സോഫ്റ്റോ എക്സ്ട്രാ സോഫ്റ്റോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും അവർ ലേബൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലേബലിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് റിയലി വിയർഡ് കൺസിഡറിങ് ചാർക്കോൾ. അടുത്ത മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ വൈൻ ചാർക്കോളാണ്. അതായത് ശരിക്കും കണ്ട ഒരു മരക്കമ്പനി പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രിറ്റിലാണ്. പക്ഷേ ഇത് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. എസ്പെഷ്യലി ലൂമിസ് മെത്തേഡിലൊക്കെ ചിത്രം വരയ്ക്കുന്നവരുണ്ടാവില്ലേ, ലൂമിസ് മെത്തേഡിലൊക്കെ വരയ്ക്കുമ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ ഒരുപാട് സഹായകരമാവുന്ന ഒരു മെറ്റീരിയലാണിത്. മാത്രമല്ല നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിനൊക്കെ ഒരു റീലൊക്കെ ചെയ്യണം, കുറച്ചൊരു ഫാൻസി ഐറ്റം കയ്യിലിരിക്കുന്നത് ഒരുപാട് പേരുടെ ഐ അങ്ങ് അട്രാക്ട് ചെയ്യും. അപ്പോൾ അതിനും ഉപകാരപ്രദമായൊരു മെറ്റീരിയൽ തന്നെയാണിത്. പിന്നെ ഇതിനെല്ലാത്തിനും അപ്പുറം എന്തുകൊണ്ടാണ് നമ്മൾ ലൂമിസിന് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോൾ ഗ്രാഫൈറ്റ് വെച്ച് വരച്ചതിന് മുകളിൽ നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് വരയ്ക്കാൻ നോക്കി. അതായത് ഗ്രാഫൈറ്റിൽ ഞാനിപ്പോൾ ഒരു ഔട്ട്ലൈൻ ഇട്ടു, അതിന് മുകളിൽ ചാർക്കോൾ വെച്ച് വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ പരസ്പരം ചേരാതെ പോകും. അതായത് പെൻസിൽ വെച്ച് നമ്മളിപ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ പെൻസിൽ വെച്ച് വരച്ചാൽ ഓരോ തവണ നമ്മൾ ചാർക്കോൾ ചെയ്യുന്നതിന് മുമ്പ് അത് മുഴുവൻ മായ്ച്ച് കളയേണ്ടി വരും. ആ ഒരു പ്രോബ്ലം നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് നാച്ചുറൽ വൈൻ ചാർക്കോളിൻ്റെ ഈ ഒരു ചെറിയ സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ മതി. വൈൻ ചാർക്കോൾ കയ്യിലെടുത്തപ്പോഴേക്കും കൈ മുഴുവൻ അടുക്കാവാൻ തുടങ്ങി. ലൈക്ക് നമ്മൾ എന്തായാലും ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ചാർക്കോളൊക്കെ വെച്ച് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അത് കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ കയ്യിൽ നന്നായിട്ട് അഴുക്കാവും. കാരണം ചാർക്കോൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൗഡർ നന്നായിട്ട് സ്പ്രെഡ് ആവുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ്സൊക്കെ നമ്മൾ വൃത്തിയായിട്ട് മാസ്കിംഗ് ടൈപ്പൊക്കെ വെച്ച് ചെയ്തിട്ടേ തുടങ്ങാവുള്ളൂ. തുടങ്ങിയ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലോ ക്ലോത്തിലോ ഒന്നും ആവാതെ മാക്സിമം നോക്കുക. കയ്യിൽ ആവാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചിത്രം വരയ്ക്കാം. ഇറ്റ്സ് ആക്ച്വലി നോട്ട് എ വെരി ബാഡ് ഐഡിയ. അടുത്ത മെറ്റീരിയലാണ് ഈ ഒരു തിക്ക് ചാർക്കോൾ ബ്ലോക്ക്. ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് സ്പെസിഫിക് യൂസാണ്. പലപ്പോഴും ചില ആർട്ടിസ്റ്റുകൾ ഇത് മാത്രം വെച്ചൊക്കെ ചിത്രം വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഇതിന് കുറേ കൂടി ഒരു ചോക്കിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ യൂസ് ചെയ്യുന്ന കണക്ക് നല്ല സ്മൂത്തായിട്ട് ചിത്രം വരയ്ക്കാനൊക്കെ പറ്റും. ഞാൻ ഉപയോഗിച്ചുള്ളത് കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ആ ഒരു ടെക്സ്ചർ ഡിസൈനൊക്കെ കൊണ്ടുവരാനാണ് ഇത് കുറച്ചുകൂടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ പേപ്പറിൽ യൂസ് ചെയ്യുന്ന കുറച്ചും കൂടി ഒരു കോഴ്സ് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. അതായത് ഭയങ്കര ഫൈനായിട്ട് എല്ലാ ത്രെഡും കവർ ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ല. അതേസമയം നമ്മളിപ്പോൾ ഒരു കംപ്രസ്ഡ് ചാർക്കോൾ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് അതിനകത്തുള്ള ചെറിയ പാടുകൾ പോലും കവർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കുറച്ചുകൂടെയും ഒരു റെഗുലർ ചോക്ക് യൂസ് ചെയ്യുന്ന പോലെ കയ്യിൽ ഹാൻഡി ആയിട്ട് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് എന്തിനാണ്, നമ്മുടെ ചിത്രത്തിൽ നല്ല എക്സ്ട്രീംലി ബ്ലാക്ക് ആയിട്ടുള്ള തീരെ ലൈറ്റ് ഒന്നും വരാത്ത റീജിയൻസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് വുഡ്ലെസ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ് പെൻസിലാണ്. ഇപ്പോൾ LKG ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പല കളറിലൊക്കെ ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ അന്ന് നല്ല അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇന്ന് അധികം കാണാനില്ല. ചാർക്കോൾ സെറ്റിനകത്ത് ഗ്രാഫൈറ്റിന് എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇതിന് ഒരുപാട് ഉപകാരമുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രാഫൈറ്റ് ടച്ച് ചിലപ്പോൾ ചാർക്കോളിൽ കൊടുക്കേണ്ട ആവശ്യം വരും. ഉദാഹരണത്തിന് ഞാൻ ഒരു ലോഗൻ്റെ ചിത്രം വരച്ചപ്പോൾ ഫുൾ ഈ ഒരു ക്രെറ്റ കളറിൻ്റെ സെറ്റ് വെച്ചാണ് വരച്ചത്. അതിന് ബ്ലേഡ്സ് എന്ന് പറയുന്ന പാർട്ട് ഞാൻ ഗ്രാഫൈറ്റ് വെച്ച് വരച്ചു. അതുകൊണ്ടാണ് ആ ഒരു ബ്ലേഡ്സ് നന്നായിട്ട് ഷൈനിങ് ആയിട്ട് കിട്ടാനായിട്ട്. പക്ഷേ
അറ്റ് ദ എൻഡ് ആ ഒരു ചിത്രം ഞാൻ മാറ്റ് ലാമിനേറ്റ് ചെയ്തുകൊണ്ട് ടെക്നിക്കലി ആ ഒരു ഷൈനൊന്നും ആരും കാണാൻ പോലും പറ്റാത്ത രീതിയിലായിപ്പോയി. എനിവേ, ഒരു ചേഞ്ച് ഓഫ് മെറ്റീരിയൽ നമുക്ക് എവിടെയെങ്കിലും വേണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഗ്രാഫൈറ്റ് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി നമ്മുടെ നോർമൽ ഗ്രാഫൈറ്റിനേക്കാളേറെ നല്ല ഡാർക്ക്നെസ് കൂടിയ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള പെൻസിലാണ്. ഇത് 9B ആണ് ഗ്രേഡ്. അതേപോലെ തന്നെ ഇതിൻ്റെ 6Bയും കൂടെ ഇതിൻ്റെ ഒപ്പം അവൈലബിൾ ആയിരിക്കും. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ക്രെറ്റ കളറിൻ്റെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു പേപ്പർ സ്റ്റമ്പാണ്. പേപ്പർ സ്റ്റമ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു നല്ല നൈസ് ബ്ലെൻഡിങ് ടൂളാണ്. പക്ഷേ നമ്മളൊരു ചാർക്കോൾ സെറ്റ് മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ക്രെറ്റ കളറിൻ്റെ സെറ്റിനേക്കാൾ ഏറെ നല്ലതെന്ന് പറഞ്ഞാൽ അതാ ബ്രഷ്ട്രോയുടെയൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പേപ്പർ സ്റ്റംസ് ഉണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച് യൂസ് ചെയ്യുക. കാരണം ക്രെറ്റ കളറിൻ്റെത് ഗ്രാഫൈറ്റിന് നല്ലതാണ്, കാരണം ഇതൊരു കുറച്ചും കൂടെ സ്മൂത്തറാണ്. മാത്രമല്ല ഇതിൽ പെട്ടെന്ന് അഴുക്കാവും. ആണല്ലേ, ഇതിന് വെള്ള കളർ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അടക്കം എല്ലാം പതിഞ്ഞ് പെട്ടെന്ന് അഴുക്കാവും. അതേസമയം ഞാൻ പറഞ്ഞ ഈ ഒരു ബ്രഷ്ട്രോ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. മാത്രമല്ല നല്ല തിക്കുമാണ്, ഈസി ടു ക്ലീൻ എല്ലാ കാര്യങ്ങളും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ബ്ലെൻഡിങ് ടൂൾസ്. ഇപ്പോൾ നമ്മൾ ചാർക്കോളിനൊരു മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും ഗ്രാഫൈറ്റിലേക്കോ അല്ലെങ്കിൽ ഗ്രാഫൈറ്റിന് ഉപയോഗിക്കുന്ന ചാർക്കോളിലേക്കോ നമ്മൾ മാറി മാറി മിക്സ് ചെയ്ത് യൂസ് ചെയ്യരുത്. ഇനി എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ പാക്കേജിംഗ് ആണ്. പൊതുവേ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മെറ്റൽ കേസിംഗ് ആണ്. മെറ്റൽ കേസിംഗ് ഇസ് ആക്ച്വലി റിയലി ഗുഡ്. അതേപോലെ തന്നെ ഇതേ മെറ്റീരിയലിൻ്റെ തന്നെ വുഡ് കേസിംഗ് ഉള്ള വേരിയൻറ്റും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും താഴെ ഇടരുത്. കണ്ടോ, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പ്രീവിയസ്ലി നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ താഴെ വീണതിൻ്റെയാണ്. നോക്ക്, അത് മോണോലിത്ത് ഗ്രാഫൈറ്റ് 2 കഷ്ണമായി. അതേപോലെ തന്നെ ചാർക്കോൾ ബ്ലോക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് 2 കഷ്ണമായിട്ടുണ്ട്. അപ്പോൾ താഴെ ഇട്ട ഈ ഒരു മെറ്റീരിയൽ പോയി. ഇതൊരു പക്ഷേ നമ്മൾ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് പെൻസിലാണെങ്കിൽ അതിനകത്ത് ലെഡ് മൊത്തം ചെറിയ 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 കഷ്ണമായിട്ടങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷാർപ്പൻ ചെയ്യും തോറും കാണുന്നത് എന്താ, മൊന ഇങ്ങനെ പൊട്ടി പൊട്ടി പൊളിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാൻ. മാത്രമല്ല നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വാങ്ങുക. ഇപ്പോൾ ആമസോൺ പോലെയുള്ള സൈറ്റ്സിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ല സെല്ലേഴ്സിൽ നിന്ന് വാങ്ങുക. അതല്ല ക്രാഫ്റ്റ് സ്റ്റേഷനൊക്കെ പോലത്തെ നിങ്ങളുടെ ലോക്കൽ സ്റ്റോർസിൽ നിന്ന് നിങ്ങൾ നേരിട്ട് പോയി വാങ്ങുക. അപ്പോൾ ഇവർ കുറച്ചുകൂടെയും ആർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പ്രിഫർ ചെയ്യുന്നത്. ഇനി ഈ ഒരു ബോക്സിൽ ഇല്ലാത്ത കുറച്ച് ചാർക്കോൾ മെറ്റീരിയൽസിനെ പറ്റി പറഞ്ഞുതരാം. ഒന്നാമത്തത് വൈറ്റ് ചാർക്കോൾ. വൈറ്റ് ചാർക്കോൾ എന്ന് പറഞ്ഞാൽ പൊതുവേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ ഹൈലൈറ്റിങ്ങിനൊക്കെ ആയിട്ട് വെള്ള പേപ്പറിലെടുത്തങ്ങ് ഉപയോഗിക്കാമെന്ന്. ഇറ്റ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. കുറച്ചുകൂടെയും ടോൺഡ് പേപ്പേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഹൈ ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. ഈ ടോൺഡ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കളറിലും അതേപോലെ തന്നെ ഗ്രേയിഷിൻ്റെ പല വേർഷനിലൊക്കെ ആയിട്ട് ടോൺ ചെയ്ത് വരുന്ന പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ സ്ട്രാറ്റ്മോറിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പേപ്പേഴ്സ് ഇങ്ങനത്തെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ചിത്രത്തെ മൊത്തം പേപ്പറിൽ നിന്ന്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്ന് പോപ്പ് ഔട്ട് ചെയ്ത് കാണിക്കാൻ, അതിൻ്റെ ഹൈലൈറ്റ്സ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ ഈ ഒരു വൈറ്റ് ചാർക്കോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇനിയിപ്പോൾ ചാർക്കോൾ പൗഡറിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവേ നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്ത് വരുന്ന പൗഡേഴ്സ് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ക്വാളിറ്റി വളരെ വളരെ ലോ ആണ്. അതിനേക്കാളും നന്നായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ചാർക്കോൾ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇത് 5 എണ്ണം ഉണ്ട്. ഇതിൽ ഒരെണ്ണത്തെ ഞാനൊരു സാൻഡ് പേപ്പറിൻ്റെ ഒരു അറ്റത്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് ആ ഒരു പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചാർക്കോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ബ്ലെൻഡിങ് ടൂൾസ് ഉണ്ട്. ഈവൻ നമ്മളിപ്പോൾ പോണി ഹെയർ ബ്രഷൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചാർക്കോളിന് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ചാർക്കോൾ പൗഡർ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് എക്സ്ട്രീംലി സ്മഡ്ജബിൾ. അപ്പോൾ ആ ഒരു മെറ്റീരിയലിന് സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ചാർക്കോളിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഒരുപക്ഷെ ഞാൻ പണ്ടൊരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന നൈഫ്സിനകത്ത് ഒരു ചെറിയൊരു ബ്ലോക്ക് ഇട്ടിട്ട് അത് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ചാർക്കോൾ എന്ന് പറയുന്ന മെറ്റീരിയൽ ഈ ഒരു രീതിയിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പോൾ പെൻസിൽസ് മാത്രമല്ലല്ലോ, മറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് അതിനകത്ത് അത്രയും വേരിയൻസിൽ അത് മാനുഫാക്ചർ ചെയ്ത് വരുന്നത് തന്നെ ഈ ഒരു എൻലെസ് നമ്പർ ഓഫ് പോസിബിലിറ്റീസിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിവേ, ആർട്ട് മെറ്റീരിയൽ വർക്ക്ഷോപ്പ് ബേസ് ചെയ്ത് ചാർക്കോൾ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിനെ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഐ തിങ്ക് യു ഫൗണ്ട് ദിസ് ഇൻഫോർമേറ്റീവ്. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കൂടെ ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ അമർത്തുകയാണെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കും. സോ വിൽ മീറ്റ് അഗെയിൻ. ബൈ.